സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സയ്യിദ് ഫസൽ തങ്ങൾ അവർകൾ, ചെറുകുഞ്ഞിക്കോയ തങ്ങൾ, നമ്മുടെ ഇന്നത്തെ മഹത്തായ പരിപാടിയിൽ വിഷയാവതരണവും പ്രഭാഷണവും നടത്താൻ എത്തിയിട്ടുള്ള ആദരണീയരായ KSSF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സത്താർ പന്തല്ലൂർ സാഹിബ്, അതുപോലെ തന്നെ ഉസ്താദ് മുസൽ ബഖവി, അതുപോലെ ഗഫൂർ ഫൈസി, ബഹുമാനപ്പെട്ട നജീബ് ഫൈസി, തമ്പള്ളിയിലെ ഉസ്താദ്, അതുപോലെ റേഞ്ച് ജനറൽ സെക്രട്ടറി സിയ ഉസ്താദ്, അതുപോലെ തന്നെ റേഞ്ച് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കർമ്മധീരനായ, അതുപോലെ റേഞ്ചിൻ്റെ ഖജാൻജി കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലിയാക്ക, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആദരണീയനായ മുഫത്തിഷ് ഉമർ ഉസ്താദ്, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ നിലമ്പൂർ മേഖലയിലെ മുബല്ലിഗ് മുജീബ് മുസ്ലിയാർ തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരും സമസ്തയുടെ പടനായകന്മാരുമായ പ്രവർത്തകന്മാരെ, ആമുഖം പരത്തി പറയുന്നില്ല, സ്വാഗത ഭാഷണം നിർവഹിക്കുക എന്ന മഹിതമായ കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘം മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ ഇങ്ങനെ ഒരു ആദർശ വിശദീകരണ സമ്മേളനം നടത്താൻ പെട്ടെന്നെടുത്ത ഒരു തീരുമാനം ആയിരുന്നോ അല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാനുണ്ടായ സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നല്ല ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് തനിക്കാക്കി വടക്കാക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട സംസ്ഥയെയും അതിൻ്റെ നയങ്ങളെയും അതിൻ്റെ തീരുമാനങ്ങളെയും അതിൻ്റെ കീഴ്ഘടകങ്ങളെയും ഉപരിയായി സംസ്ഥയുടെ പ്രവർത്തകന്മാരെയും നഖശിഖാന്തം എതിർത്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ താറടിച്ചുകൊണ്ട് വളരെ അങ്ങേയറ്റം ഇകഴ്ത്തിക്കൊണ്ട് ഒരു മേഖലാ സമ്മേളനം ഇവിടെ നടത്തുകയുണ്ടായി. അത് നടത്തപ്പെട്ടത് നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് മമ്പാട്ടുകാർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെയൊക്കെ സംഘടന പോലെ തന്നെ ഏകദേശം 5 പതിറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്ന് വേർപിരിഞ്ഞു പോയി മറ്റൊരു പ്രസ്ഥാനവും സംഘവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു അത്. സമസ്തക്കാർ എന്തിനാണ് ഇങ്ങനെ അങ്ങാടി പ്രസംഗങ്ങൾക്ക് പിന്നിൽ അത് വിശദീകരിക്കാൻ നടക്കുന്നത് എന്നൊരു പക്ഷേ എനിക്ക് പോലും സംശയമുണ്ട്. നിങ്ങൾക്കത് ഏതായാലും ഉണ്ടാവുമല്ലോ. കാരണം സമസ്ത അതൊരു മഹിതമായ പ്രസ്ഥാനമാണ്. അതിന് ചില നിയമങ്ങളും നിയമാവലികളും അതിൻ്റെതായ ചില റൂട്ടുകളും ഉണ്ട്. എത്ര പതിറ്റാണ്ട് കാലമായി കേരളക്കരയിൽ സമസ്തയുടെ സേവനം ജനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിയാത്ത ഒരാളും ഈ നാട്ടിൽ പോലും ഉണ്ടാവില്ല.
അങ്ങനെയുള്ള ഈ മഹിതമായ പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രമേയ പ്രഭാഷണം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഇന്നാട്ടിലെ സമസ്തയുടെ ആളുകൾക്ക് മാത്രമല്ല, മറ്റു പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആശയങ്ങളിൽ, ആദർശങ്ങളിൽ ഉറച്ചു നിന്ന് അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും വളരെ വിഷമം ഉണ്ടാക്കി തീർത്ത ഒരു ഏർപ്പാടായിരുന്നു. ഇവിടെ നടത്തപ്പെട്ട പരിപാടിയുടെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, പ്രത്യേകിച്ച് മമ്പാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം. മമ്പാട്ടുകാരായ നമ്മൾ അവരുമായി സൗമ്യതയോടെ പെരുമാറുകയോ ചെയ്തിരുന്ന ആളുകൾ പോലും ആ ഭാഷണം കഴിഞ്ഞതിന്റെ ശേഷം വളരെ വിഷമത്തിലാണ്. പ്രത്യേകിച്ച് യുവാക്കൾ. ഇങ്ങനെയൊക്കെ ഒരാള് ഇത്രമാത്രം തറ പ്രസംഗം നടത്തിയാൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് സമസ്തയുടെ ആളുകൾക്കല്ല, SYSന്റെ ആളുകൾക്കല്ല, മറിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾ പോലും പറയാൻ തുടങ്ങിയെങ്കിൽ ഇത് എന്തിനായിരുന്നു? സുന്ദരമായ ഒരു പ്രമേയം. മഹല്ലുകൾ ശിഥിലമാകരുത്. അതാഗ്രഹിക്കുന്നവരാണ് എല്ലാ ആളുകളും. എന്നെ കൊണ്ട് ശിഥിലമാകരുത്. ഇങ്ങനെ ഓരോ ആളുകളും വ്യക്തമായി പ്രതിജ്ഞയെടുക്കണം. ഞാൻ പറയേണ്ടത് എന്താണ്? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരോട് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് നമ്മെക്കൊണ്ട് നാട് ശിഥിലമാകാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുക്കലല്ലേ വേണ്ടത്? അത് മനഃപൂർവം മഹല്ലുകളിലൊക്കെ ഫിത്ന എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സമാനമായ ആളുകളെ ബാപ്പയും മകനും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, കുടുംബത്തിൽ ജ്യേഷ്ഠനെയും അനുജനെയും തമ്മിൽ അകറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുമ്പോൾ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ നാടിന് ഗുണകരം അല്ല, പ്രസ്ഥാനത്തിനും ഗുണകരം അല്ല. കാരണം അതൊരു പക്ഷേ ആരുടെയെങ്കിലുമൊക്കെയോ കയ്യടി വാങ്ങാനോ പ്രശംസ പിടിച്ചു പറ്റാനോ ഉള്ള ഭാഷണങ്ങളായിരിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തക്കാരാണോ ലോകത്ത് മുഴുവനും ഫിത്നയുണ്ടാക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ആ ഉസ്താദിന്റെ ഭാഷണം എന്ന് കേട്ടവർക്കൊക്കെ അറിയാം. ഞാൻ ആദരവോടെ തന്നെ പറയുന്നു. കാരണം സമസ്തയുടെ ആളുകൾ, സമസ്തയുടെ പ്രവർത്തകന്മാർ, സമസ്തയിൽ ഒരു കണ്ണിയെങ്കിലും ആകാൻ സാധിച്ച ആളുകൾ, അതിന്റെ കീഴ്ഘടകം ഏതായിരുന്നാലും, SYS ആണെങ്കിലും, SMF ആണെങ്കിലും, SKSF ആണെങ്കിലും, SBV ആണെങ്കിലും, മറ്റേത് അതിന്റെ കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയവനാണെങ്കിലും, അവരൊക്കെ നാടിന്റെയും പരിശുദ്ധ ദീനിന്റെയും നന്മയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് വരേക്കും സമസ്തയുടെ പ്രവർത്തകന്മാർ എവിടെയെങ്കിലും ഒരു സ്ഥാപനം പിടിച്ചെടുത്തതോ അവരുടേതല്ലാത്ത ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രസ്ഥാനത്തിൽ കയ്യേറിയിട്ട് അതിൽ നുഴഞ്ഞു കയറിയിട്ട് കടന്നുകൂടിയിട്ട് ആ സ്ഥാപനങ്ങൾക്ക് മധ്യത്തിൽ അല്ലെങ്കിൽ നടുവിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചുമര് വെക്കേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടായതായി കേരളക്കരയിൽ ജീവിക്കുന്ന നമ്മിൽ ആർക്കും പറയാൻ കഴിയില്ല. മറിച്ചൊരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ നമ്മുടെ വണ്ടൂർ മണ്ഡലത്തിൽ തന്നെ നിരത്തിയാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ സ്വാഗത ഭാഷണം മാത്രമേ നടത്തുന്നുള്ളൂ. ഞാൻ ആ പ്രസ്ഥാനത്തെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ പ്രബുദ്ധരാണ്. പ്രബുദ്ധതയുടെ മുന്നിൽ എന്തെങ്കിലും തറ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചിരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ലോകത്തുള്ള സകല മനുഷ്യനെയും കൊന്നവനെ പോലെയാണ്. തൊട്ടടുത്ത് അതേ ആയത്തിന്റെ ബാക്കി ഭാഗം അള്ളാഹു പറയുന്നത് സമാനമായിട്ട് തന്നെയാണ് ഫിത്ന എന്നും. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 2 ഭാഗത്ത് 2 സ്ഥലങ്ങളിൽ അള്ളാഹു ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിത്ന എന്നത് അശദ്ദു മിനൽ ഖത്ൽ. സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വാക്യം ആയത്ത്. തൊട്ടപ്പുറത്ത് അതേ അധ്യായത്തിൽ 217-ാമത്തെ വാക്യം വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. 2 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നാട്ടിൽ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുന്നു. അതിന്റെ ഗൗരവമാണ് പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം, നമ്മൾ അതിന്റെ ആളുകളല്ല. നമ്മൾ ആരെയും ഇകഴ്ത്താനോ ആരുടെയും തൊലിയുരിയാനോ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനോ ആക്ഷേപിക്കുവാനോ അല്ല. മറിച്ച് നമ്മുടെ നാടിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ഇവിടെ സ്ഥാപനങ്ങളിൽ ശിഥിലീകരണം നടത്തിയത് അല്ലെങ്കിൽ മഹല്ലുകളെ ശിഥിലമാക്കിയത് ആരാണ് എന്നൊരു പക്ഷേ ഇപ്പോഴത്തെ ചെറിയ അതല്ലെങ്കിൽ യുവ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് നമ്മളൊക്കെ ഒരുപോലെ, എല്ലാ ഉസ്താദുമാരും. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ആ പ്രമേയ പ്രഭാഷണം നടത്തിയ ഉസ്താദിന്റെ മഹാനായ ശൈഖുനയുടെ അല്ലെങ്കിൽ മൗലാനയുടെ ആ പ്രസ്ഥാനത്തിൽപ്പെട്ട കുട്ടികൾ, ചെറുപ്പക്കാർ 100% നാമുമായി സഹകരിക്കുന്ന ആളുകളാണ്. നമ്മുടെ SKSSF പ്രവർത്തകന്മാരുമായിട്ട് എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലുള്ള കുട്ടികളാണ്. അവർ പോലും ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം മാനസികമായി തളർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരാള് ഞങ്ങളുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ നേതാവായി ഉണ്ടല്ലോ എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമല്ല, മറ്റെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത്രമാത്രം സ്വന്തം നാട്ടിലും സ്വന്തം മഹല്ലത്തിലും സ്വന്തം ആളുകളെയും പരസ്പരം വെറുപ്പുളവാക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് അതുവഴി ഒരു പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്ത് ഇതെന്തിനാണ്? തന്റെ കാൽക്കീഴിലുള്ള അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ കുഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. അതിന് സംസ്ഥക്കാർ കുറ്റക്കാരല്ലല്ലോ. ശരിക്കും എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഇവിടെ പ്രായം ചെന്ന ആളുകൾക്കറിയാം, ഏകദേശം ഒരു 40 വയസ്സുള്ള ആളുകൾക്കൊക്കെ അറിയാം 1983 മുതൽ 95 വരേക്കുമുള്ള കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ. അതിനുശേഷമുണ്ടായ ചെറിയ യുവ സമൂഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവർ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരത്തി പറയേണ്ടി വന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല. നമ്മുടെ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കി വെക്കാൻ, ഇതിന്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി വെക്കാൻ എല്ലാവരുടെ മനസ്സിലും ഇതുമായിട്ടൊരു ചിന്ത ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ ധാരണ കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ശിഥിലമാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ശിഥിലമാക്കിയിട്ടാണല്ലോ എല്ലാ സ്ഥലത്തും പ്രഭാഷണം അവസാനിച്ചത്. അതുകൊണ്ടല്ലേ ആ പ്രഭാഷണങ്ങൾ നടന്ന എല്ലാ കേന്ദ്രങ്ങളിലും സമസ്തയുടെ ആളുകൾ SYSന്റെ പേരിലും SKSSFന്റെ പേരിലും ഒക്കെ വീണ്ടും ആദർശ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. എത്രയോ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ മമ്പാട്ട് എത്രയുണ്ട്. ഇപ്പൊ അതാ ഓടായിക്കൽ ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് നമുക്കാർക്കും പ്രശ്നമില്ല. അവരവരുടെ ആശയം പറയുന്നു. തൊട്ടടുത്ത പുള്ളിപ്പാടത്ത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടി നടന്നിരുന്നു. അവരവരുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ വിഭാഗവും, ഞാൻ എല്ലാവരെയും അവനവന്റേതായ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ അവർക്കുള്ള ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തെയും സമുദായത്തെയും നന്നാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. ഇത്തരം ഭാഷണങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് തോന്നിപ്പോവുക? ഇങ്ങനെയൊക്കെയാണോ ഈ വലിയൊരു പ്രസ്ഥാനം? സമസ്ത എന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത്? അതൊരു വടാവൃക്ഷമാണ്. ലോകത്തെവിടെയൊക്കെ സമസ്തയുടെ അനുഭാവികളുണ്ട്, അവിടങ്ങളിലൊക്കെ സമസ്തയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറെ ഒരാള്
അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെ ഒരാൾ പരിതപിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിന് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രഷർ കൂടിയിട്ടോ കാര്യമില്ലല്ലോ. അതവർ മനസ്സിലാക്കേണ്ടതല്ല. അതൊരു പ്രസ്ഥാനമാണ്, അതിന് ഭരണഘടനയുണ്ട്, അതിന് തലമുതിർന്ന സാത്വികരായ ആലിമീങ്ങളുണ്ട്, അവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അവരാണ് കീഴ്ഘടകത്തിനും നിർദ്ദേശം കൊടുക്കുന്നത്, ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണമെന്ന്. അത് സംബന്ധമായി ഇൻഷാ അല്ലാഹ് ആരൊക്കെയാണ് സമസ്തയിൽ പ്രവർത്തിക്കേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് രേഖകളും തെളിവുകളും വേണ്ടത് എന്ന് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് വിശദീകരിക്കും. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയല്ല. ഞാൻ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യവും അതിന്റെ പശ്ചാത്തലവും മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാടിനെ എന്നും ഒരുമ്മയുടെ മക്കളെ പോലെ നെഞ്ചോട് ചേർത്ത് ഐക്യത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ ആരും ഇവിടെ നിന്ന് കുടിയേറി പോകേണ്ടവരല്ല. നമ്മൾ ഇന്ന് നേരം വെളുത്താൽ മുഖത്തോട് മുഖം നോക്കേണ്ടവരാണ്. നാളെ നേരം വെളുത്താൽ നമ്മൾ തമ്മിൽ കാണേണ്ടവരാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ആരും ജനങ്ങളെ ഫേസ് ചെയ്യാതെ വായുവിലൂടെ സഞ്ചരിക്കുന്നവരല്ല. ആളുകളെ കാണാൻ മടിച്ച് ഒറ്റയാനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ കൂട്ടുത്തരവാദിത്വമുള്ളവരാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ പല ചിന്താഗതിക്കാരും ഉണ്ടാവാം, പല ആശയക്കാരുണ്ടാവാം. ഇവരെയൊക്കെ നമുക്ക് ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ സാധിക്കണം. അത് രാഷ്ട്രീയത്തിലുണ്ടാവാം, മതത്തിന്റെ പേരിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിഴുപ്പരക്കൽ? ഇത് എന്തേ ഇങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടായത്? ഒരു തവണയല്ല. നിങ്ങൾക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിന് തൊട്ട് മുമ്പ് ഒരു റബീഉൽ അവ്വലിൽ മറ്റൊരു ക്യാമ്പയിൻ സംബന്ധമായി ഒരുമയുടെ ഉമ്മ എന്ന പേരിൽ ഒരു പ്രമേയം വെച്ചിട്ട് ഇവിടെ താഴത്തൊരു പ്രഭാഷണം ഇതേ ടീം തന്നെ നടത്തി. ഇതേ ഉസ്താദ് തന്നെയായിരുന്നു പ്രഭാഷകൻ, അല്ലേ? നമ്മൾ ആദരിക്കുന്ന ഉസ്താദാണ്. വ്യക്തിപരമായി നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഉസ്താദാണ്. അവരുടെ പ്രവർത്തകന്മാർ പോലും നമ്മെ അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. നമ്മയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് പ്രവർത്തകന്മാർ മുഴുവനും. എന്നിട്ട് പോലും ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളെയും ഉസ്താദുമാരെയും ഇതുപോലെ പറഞ്ഞല്ലോ എന്നതിലാണ് അവർക്ക് സങ്കടം. എന്തിനാണ് ഇങ്ങനെ നീരസപ്പെടുന്നത്? ഇതെന്തിനാണ്? ഒരുപക്ഷെ ഈ മമ്പാടിനെ സംബന്ധിച്ച് അവരിവിടെ തുടക്കം കുറിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രഗത്ഭരാരും എന്ന് തിരിഞ്ഞു നോക്കിയാൽ പിന്നിൽ കാണാത്തത് കൊണ്ടായിരിക്കാം. ഒഴുക്ക് എല്ലാവരും പോയി. സമസ്തയാണ് യഥാർത്ഥം, അത് തന്നെയാണ് നമ്മുടെ തറവാട് എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനമയുടെ തുടക്കം കുറിച്ച് അന്നുണ്ടായിരുന്ന ആളുകൾ ആരും ഇന്നതിലില്ല. കുറച്ച് കുട്ടികൾ, അവരുടെ പിതാക്കന്മാർ ചിലപ്പോൾ അവർ സമസ്തയിലായിരിക്കും, മക്കൾ അങ്ങോട്ട്, മക്കൾ സമസ്തയിൽ, SKSF പ്രവർത്തകന്മാർ, പിതാവ് അവിടെ. എന്നിട്ട് തമ്മിൽ മിണ്ടാതെ, കണ്ടാൽ സലാം പറയാതെ. ഇതൊക്കെ ആരോടാണ്? ഇതൊക്കെ എന്തിനാണ്? നമ്മൾ മുസ്ലിങ്ങളല്ലേ? ഇങ്ങനെയൊക്കെ പരസ്പരം ശിഥിലമാക്കിയിട്ട്, മഹല്ലുകളെ ശിഥിലമാക്കിയിട്ട്, ഫസാദ് ഫിത്ന എന്ന് പറയപ്പെടുന്ന ഈ ഏർപ്പാട് കൊലപാതകത്തെക്കാളും ഗൗരവവും ഗാംഭീര്യവും നിറഞ്ഞതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ അതിന്റെ പിന്നിൽ നിൽക്കുന്നവരാവാൻ പാടില്ലല്ലോ. അന്നിവിടെ ഒരുമയുടെ ഉമ്മ പറഞ്ഞത് എന്താണ്? അന്ന് പേരെടുത്തു തന്നെയായിരുന്നു. എങ്ങനെ? ചില കേന്ദ്രങ്ങൾ മാത്രം.
ഞാൻ പറഞ്ഞു വന്നത് ഒരുമയുടെ ഉമ്മ എന്ന പ്രമേയത്തിലും അന്ന് നടന്ന പ്രഭാഷണത്തിലും വ്യക്തിപരമായിട്ട് പോലും ആളുകൾ അധിക്ഷേപിച്ചു. ഉസ്താദുമാരെ പോലും പേരെടുത്ത് പറഞ്ഞു. അന്നും നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ല. നമ്മൾ പറഞ്ഞു 2 കൈ കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ, അത് വേണ്ട, അദ്ദേഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മുടെ നാട്ടുകാരനല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും അതേ രൂപത്തിൽ തന്നെ അതിലേറെ ഒന്നുകൂടെ ശക്തമായ നിലക്ക് നമ്മെ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് SYSന്റെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് അവർക്കതിന് പ്രചോദനം ലഭിച്ചത് പോലും വാസ്തവത്തിൽ സമസ്തയുടെ ആളുകളിൽ നിന്ന് പോലുമല്ല, അവരോട് അനുഭാവം കാണിക്കുന്ന പലരും പറഞ്ഞു, ഇങ്ങനെ നമ്മളാള് പോയാൽ, ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ പോയാൽ മോശമാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുക. പലരും വിദേശത്തുള്ള ചെറുപ്പക്കാർ പോലും നമ്മളോട് വിളിച്ചിട്ട്, എന്താ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്താണത്? ഒരു പ്രശ്നമില്ല, ഇതുണ്ടാക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാവരുത് എന്നാണ്. അവരും ആഗ്രഹിക്കുന്നതായിരിക്കാം, പക്ഷെ അതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രമേയം വെച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോ ആകെ ശിഥിലമാക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ആരായിരുന്നു ഒരിക്കലും അതുപോലെയുള്ള ഒരു തേജോവധം ചെയ്യുന്ന ഏർപ്പാട് നടത്തരുത് എന്നാണ്. ഞങ്ങളത് താക്കീത് പറയല്ല, നമ്മൾ മാനുഷികമായ നിലക്ക് നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള നിലക്കാണ് ഈ പറയുന്നത്. അതല്ലാതെ അതുപോലെ അതേ നാണയത്തിൽ പ്രസംഗിക്കാനോ പറയാനോ അതേ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് തിരിച്ചു പറയാൻ ഇവിടുത്തെ നിഘണ്ടുവിൽ വേർഡുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല. നമ്മൾ നമ്മുടെ സംസ്കാരം അതിനനുവദിക്കുന്നവരല്ല. അതുകൊണ്ടാണ് സമസ്തക്കാർ സംസ്കാരമുള്ളവരാണ്. അതുകൊണ്ടാണ് എവിടെയും അവരെ കൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവാത്തത്. ഉണ്ടാകണമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ അദ്ദേഹം തന്നെ സേവനം ചെയ്തിരുന്ന അന്നുണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ അന്നും സംയമനം പാലിച്ചവരാണ്. മുദസ്സിൽ പുസ്തകം മാറ്റിയപ്പോഴും, പള്ളിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നപ്പോഴും, അവസാനം പാണക്കാട് വെച്ച് മദ്യം പറയേണ്ടി വന്നപ്പോഴും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ നമ്മുടെ കയ്യിൽ രേഖകളടക്കം, അന്നത്തെ രേഖകളും അതിൽ സംബന്ധിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും ഒപ്പിട്ടിരിക്കുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇടക്കാലത്ത് മരണപ്പെട്ടു പോയവരും ഒപ്പിട്ടിരിക്കുന്ന അതിന്റെ ഒക്കെ തെളിവുകൾ നമ്മുടെ കയ്യിൽ സുതാര്യമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉസ്താദുമാര് സമസ്തയോട് 100% കൂറുള്ളവരായിരിക്കണം. ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ സമസ്തയോട് 100% കൂറുള്ളവരുണ്ടല്ലോ. അവർക്ക് SKSFന്റെ ഒപ്പ് കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് SYS ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? അവർ സമസ്തയുടെ ആളുകളായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പഠിച്ചത് അവിടെയാണെങ്കിലും ഞങ്ങൾക്ക് സമസ്തയോടാണ് പ്രതിബദ്ധതയുള്ളത്, ഞങ്ങൾക്ക് സമസ്തയോടാണ് കൂറും ഉള്ളത് എന്ന് പറയുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട്, നല്ല ഉസ്താദുമാർ. അവരൊക്കെ സമൂഹത്തിൽ നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നീണ്ട 10 കാലം വലിയൊരു പ്രസ്ഥാനമായ പേര് വെച്ച് തുടങ്ങിയിട്ട് ഇപ്പോഴും ശരാശരി 5% അതുപോലും ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സമസ്തയെ തേജോവധം ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പരക്കരുത്. ആ ഏർപ്പാട് ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളതിന്റെ ആളുകളല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരന്മാർ, വിവിധ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മമ്പാട് പഞ്ചായത്തിലുണ്ടല്ലോ. നമ്മളവരെയൊന്നും പ്രകോപിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ ഇത് നമ്മുടെ പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ഏർപ്പാടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ പ്രകോപിതരാവില്ല, ഞങ്ങൾ സംയമനത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തുടർന്ന് വരുന്ന പ്രഭാഷകന്മാർ നിങ്ങളെ കേൾപ്പിക്കണം. സമസ്തയുടെ കാര്യങ്ങളൊക്കെ, മറ്റുള്ള കാര്യങ്ങളും പ്രാദേശികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മമ്പാട് പഞ്ചായത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ സ്വന്തം, ഇത് കാരണം നമുക്ക് തന്നെ സമൂഹത്തിൽ മാനക്കേടുണ്ടാക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പല തരത്തിലും അത് ചിലപ്പോ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല കളവുകളും പറയേണ്ടി വരും. എന്തെല്ലാം കളവുകൾ അല്ലേ? വിദ്യാഭ്യാസ ബോർഡ് നൽകിയ ഫോം മാറ്റിവെച്ച് മറ്റൊരു ഫോറം കാണിച്ചിട്ട് ഇതിലാണ് വിദ്യാഭ്യാസ ബോർഡ് റേഞ്ചുകളിൽ നിന്ന് ഒപ്പുവെപ്പിക്കുന്നത് എന്ന് വരെ പറഞ്ഞു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതൊക്കെ വലിയ മോശത്തരമാണ്. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ
അന്നിവിടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ അവരുടെ പ്രവർത്തകൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുത്തമ്പള്ളിയിൽ നിന്ന് ഇശാനസ്കാരം കഴിഞ്ഞിട്ട് നേരത്തെ പോയി വാഹനം നിർത്തിയ ആളുകളുടെ 2 വാഹനങ്ങൾ എടുക്കാൻ പറ്റാതെ വന്നപ്പം നേരെ ബാക്കിൽ 2 വാഹനം ഉണ്ടായിരുന്നു. ഞാനത് വ്യക്തിപരമായിട്ട് തന്നെ പറയുന്നു. നമ്മുടെ ഫൈസൽ ഇവിടുത്തെ SKSSFന്റെ നെടുംതൂണാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന നിലക്ക് ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നക്കിയ 2 വണ്ടി ഇവിടെ ബാക്കിൽ പോകാൻ കുടുങ്ങി നിൽക്കുന്നുണ്ട്, ബാക്കിൽ 2 വണ്ടി ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കാൻ പറയുമെന്ന് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടി പറഞ്ഞെന്താ അറിയോ? എന്തിനാണ് ഇതൊക്കെ? ഒരു എഴുത്തുകളെ കൊണ്ടുവന്ന് തന്നിട്ടാണ് അവൻ മാറ്റണം എന്ന് പറഞ്ഞ് എഴുത്ത് കൊണ്ടുവന്ന് തന്നിട്ടാണ് വാഹനങ്ങൾ മാറ്റിയത്. ആ നേരത്തെ അവിടെ എഴുത്തുണ്ടാ നേരം ഉണ്ടെങ്കിൽ തന്നെ ഫൈസൽ ഇവിടെ ഹയാത്തിലുണ്ടാവുന്നു. അവന് വിളിച്ചു പറഞ്ഞത് ഫോൺ പരിശോധിച്ചാൽ, സൈബർ പരിശോധിച്ചാൽ അത് മനസ്സിലാവും എന്താ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഒക്കെ പറയാം, എന്നിട്ട് ആളുകള് അവരെ തരിപ്പിക്കും. എന്തിനാ അതിന്റെ ആവശ്യം? നമ്മൾ അതിന്റെ ആളുകളല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി, നമ്മുടെ ആദർശം, നമ്മുടെ ആശയം, നമ്മുടെ ലക്ഷ്യം, നമ്മിൽ ആരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യർ എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് അന്തല്ലൂർ അവർകളും ബഹുമാനപ്പെട്ട നാസർ വൈസി കൂടത്തായി അവർകളും ഇവിടെ വിശദീകരിക്കും. അതെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ മനസ്സംതൃപ്തിയോടെ കൂടെ നമുക്ക് പിരിയാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം പറയേണ്ട സാഹചര്യം ഇല്ല. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓരോന്ന് എണ്ണി പറയാൻ, അങ്ങനെ വ്യക്തിപരമായിട്ട് തെജോവധം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറച്ചു വെക്കണം. ഒരു മുഅ്മിനിന്റെ ഐബ് മറച്ചു വെക്കണമെന്ന് പഠിച്ചവരാണ് നമ്മൾ. അത് പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നേതാവാക്കിയവരാണ് നമ്മൾ. എന്ത് പോരായ്മയാണെങ്കിൽ നമ്മളൊക്കെ മറച്ചു വെക്കുക. നമുക്ക് നമ്മുടെ പ്രസ്ഥാനമാണ് വലുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് നീണാൾ വാഴട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതെന്നും നിലനിൽക്കും. അത് സത്യപ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഓരോന്ന് പറയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് വ്യക്തിപരമായി കണ്ടുപിടിച്ചാൽ മതി. അല്ലാഹു തആല നമ്മുടെ നാടിനെ ഐക്യത്തോടെ നിലനിർത്തുമാറാവട്ടെ. ഞാൻ ആ ഭാഗം ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ആ കാര്യത്തിൽ ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ വിഷമമോ വെച്ച് ആരും നടക്കരുത്. നമ്മളൊക്കെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ നാടിനെ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് SYSന്റെ പ്രസിഡന്റ് കൂടിയ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സുന്നിയമൽ ഫെഡറേഷൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയ ഉസ്താദ് കുഞ്ഞമ്പത് മുസ്ലിയാർ അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ ഞാൻ ആദരപൂർവ്വം ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യമായി നമ്മളുടെ എളിയക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ എത്തിയ ബഹുമാനപ്പെട്ട പ്രസംഗ ഖോദയിലെ നമുക്കൊക്കെ അറിയാം ഗർജിക്കുന്ന ഇന്നത്തെ യുവനിരകളിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന യുവപ്രാസംഗികൻ കൂടിയായ ബഹുമാനപ്പെട്ട SKSSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ സത്താർ സാഹിബ് അന്തല്ലൂർ, അദ്ദേഹത്തെ ഞാൻ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാന്യനായ ഉസ്താദ് നാസർ ഫൈസി കൂടത്തായി, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട അബ്ദുള്ള മൗലവി, അതുപോലെ ഗഫൂർ ഫൈസി, മുസൽ ബാക്കവി, ചെറുകുഞ്ഞിക്കോയത്തങ്ങൾ, നജീബ് ഫൈസി, CA കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ പുത്തമ്പള്ളിയിൽ ഉസ്താദ് മമാലിയാക്ക, നമ്മുടെ മുജീബ് മുസ്ലിയാർ, ഗഫൂർ ഫൈസി തുടങ്ങിയ സ്റ്റേജിലും സദസ്സിലുമൊക്കെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമാദരണീയരും ബഹുമാന്യരുമായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ നടക്കുന്ന മഹത്തായ സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സുന്നത്തെ ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് SYSന്റെയും അതുപോലെ മറ്റ് സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയൊക്കെ കർമ്മധീരരായ പ്രവർത്തകന്മാരായി മരിക്കണമെന്ന് താല്പര്യവുമുള്ള
അങ്ങനെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നിങ്ങളെല്ലാവരെയും ഈ മഹത്താ സമ്മേളനത്തിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.